കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അരികിലേക്ക് വരാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് ഒരുക്കിയ നല്ല നിമിഷത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് തരുന്ന ആത്മീയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹവും ഫലപ്രദവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിൾ ന്യായാധിപന്മാർ പുസ്തകം 6-ാമത്തെ അധ്യായം, ന്യായാധിപന്മാർ പുസ്തകം 6-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ത്? ഒരു ചോദ്യമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുന്നത്. ആരാണിത് ചോദിച്ചത്? എപ്പോഴാണിത് ചോദിച്ചത്? ഇതിൻ്റെ സന്ദർഭങ്ങളെല്ലാം നമുക്ക് നന്നായി അറിയാം. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുകയും ഒത്തിരി ചോദ്യങ്ങൾ കേൾക്കുകയും ഒട്ടുമുക്ക ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തവരുമായിട്ടാണ് ഏറെക്കുറെ പേരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രാരംഭ നിമിഷം മുതൽ നാം ചോദ്യങ്ങൾ കേട്ടു തുടങ്ങും. എന്തായി? എങ്ങനെയായി? ചോദ്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉരുത്തിരിയുന്നത് പ്രതീക്ഷിച്ച നിലവാരത്തിൽ നമ്മളെക്കുറിച്ച് പലരും പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മൂവ് ആകാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പല ചോദ്യങ്ങൾ ഉണ്ടാകും. പുറത്തുനിന്ന് പലരും നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് എങ്കിലും അതിനേക്കാൾ എല്ലാം വളരെയധികം ഡേഞ്ചറായിട്ടുള്ള അപകടകരമായ ചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യം. അതാണ് അബ്രഹാമും മകനും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ദിവസങ്ങൾ 3 മകൻ അപ്പനോട് ചോദിക്കുന്ന ചോദ്യം: അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, ആട്ടിൻകുട്ടി എവിടെ? കർത്താവിൻ്റെ സന്നിധിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അതായത് ഏറ്റവും നിന്റെ പ്രിയനായി നിന്നോട് ചേർന്നിരിക്കുന്ന നിന്റെ കർത്താവിനോട് നിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന, നിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒത്തിരി സംശയങ്ങളും ഒത്തിരി ചിന്തകളും ചിന്താകുലങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിൽ വെക്കാതെ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ദൈവസാന്നിധ്യത്തിൽ ചെന്ന് ആ സാന്നിധ്യത്തോട് പറയണം. അതേ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിശ്ചയമായും കർത്താവ് നമുക്ക് ഉത്തരങ്ങളെ തരും. മനുഷ്യൻ പറയുന്ന പല ചോദ്യങ്ങൾക്കും നമ്മളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഒരു പക്ഷേ നമ്മുടെ കാര്യങ്ങളിൽ അവരുടെ കാര്യങ്ങളിൽ ഉത്തരം കാണത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. എന്തിനേറെ പറയുന്നു, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഒരു ചോദ്യമാകാറുണ്ട്. അതുകൊണ്ടാണ് സെക്കരിയാവിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്നത്: സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്തുകൊണ്ടാണ് കർത്താവേ? എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം? എന്തുകൊണ്ട് എൻ്റെ തലമുറയ്ക്ക് മാത്രം ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ദിവസം പ്രതി നമ്മളെ അലട്ടാറുണ്ട്. ഞാൻ പറഞ്ഞു, യഹോവയായ ദൈവം മിദ്യാന്റെ കയ്യിൽ ഇസ്രായേൽ മക്കളെ ഏൽപ്പിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ചില സാഹചര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ദൈവം എന്തിനാണ് ചില പ്രതികൂലത്തിൽ കൂടെ നമ്മളെ കടത്തിവിടുന്നത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്: നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ട് അത് എവിടെ നിന്നാണ് വരുന്നത്? അതെ, ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കാത്ത ഒരു നല്ലവനായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാണ് നമുക്കുള്ള പരീക്ഷകൾ കടന്നു വരുന്നത് എങ്കിൽ, പരീക്ഷ മാത്രമല്ല, പരീക്ഷയോട് കൂടെ പോക്കുവഴികളും ഒരുക്കി ആ ദൈവം നമ്മെ മാനിക്കും. വിശ്വസിക്കുന്നവർ ഈ ദൂതിന് ആമേൻ പറഞ്ഞ് ഈ ദൂത് നിങ്ങളുടേതാക്കി മാറ്റുക. മിദ്യാന്റെ കയ്യിൽ തങ്ങളെ അകപ്പെടുത്തിയിരിക്കുന്നു, യഹോവയായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു വലിയ ബോധ്യം ഗിദെയോനുണ്ടായി. യഹോവയായ ദൈവം അവനോട് പറഞ്ഞു: നീ ഒരു പരാക്രമശാലിയാണ്. ആ വാക്ക് കേട്ട ഉടനെ ഗിദെയോൻ ചോദിക്കുക: കർത്താവേ, നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതേ പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. എന്നാൽ
തൻ്റെ ചുറ്റുപാട് സംഭവിക്കുന്ന പല കാര്യങ്ങൾ, അതിൽ താൻ ആകുലന. ആ ചിന്താകുലങ്ങൾ തന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. തൻ്റെ കാര്യങ്ങൾ സേഫാ, തൻ്റെ കാര്യങ്ങൾ സുരക്ഷിതമായി നടക്കുന്നുണ്ട്. എന്നാൽ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ തൻ്റെ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു, അല്ലേ? അതെ, പലപ്പോഴും നിന്റെ ഭവനത്തിൽ നീ സമാധാനത്തോടെ നിന്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു. എന്നാൽ നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ സമപ്രായക്കാർ, നിന്റെ കൂടപ്പിറപ്പ് പലപ്പോഴും എത്തിച്ചേരേണ്ട പല മേഖലകളിലും എത്തിച്ചേരുവാൻ കഴിയാതെ നിരാശപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ടാണ്? അതാ ഗിദെയോൻ ചോദിക്കുന്നത്, കർത്താവേ, നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടാ? അതെ, ഗിദെയോന് ദൈവം തന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഗിദെയോന് തൻ്റെ നന്മയെ, തൻ്റെ അവകാശത്തെ ശത്രുവിൻ്റെ കരത്തിൽ വിട്ടുകൊടുക്കാതെ അതിനെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുതലും ദൈവത്തിൻ്റെ ഒരു സൂക്ഷിപ്പും ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും ഗിദെയോൻ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിശ്ചയമായും തൻ്റെ അവകാശത്തെ സൂക്ഷിക്കുവാൻ തനിക്ക് കഴിഞ്ഞത്. അത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചോദിച്ചാൽ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഗിദെയോനെ സർവശക്തനായ ദൈവം അഭിസംബോധന ചെയ്യുന്നത് തൻ്റെ കറ്റ മെതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു, ആ സീസൺ, ആ കാലഘട്ടം എന്ന് പറയുന്നത് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളുടെ മിദ്യാന്റെ കയ്യിലേൽപ്പിച്ചു. ഒരു കൂട്ടം കടന്നു വരുന്നത് നിരന്തരമായിരുന്നു. പ്രത്യേകിച്ച് 6-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം പറയുമ്പോൾ, വിതച്ചിരിക്കുമ്പോൾ ശത്രു വരും, വിതച്ചിരിക്കുമ്പോൾ ശത്രു വരും. അടുത്തത് വിരോധമായി ശത്രു വരും. വിതച്ചിരിക്കുമ്പോൾ വരുന്ന ശത്രു വിരോധമായി വന്ന് നാട്ടിലെ വിളകൾ മുഴുവനും നശിപ്പിക്കുന്ന ശത്രു. 6-ാം അധ്യായം 4-ാം വാക്യം, ഒന്നും ശേഷിപ്പിക്കാതെ സകലതിനെയും നശിപ്പിക്കുന്ന ശത്രു. കൂട്ടമായി കടന്നു വരുന്ന ശത്രു. 6:15, അസംഖ്യമായി കടന്നു വരുന്ന ശത്രു. ദേശത്ത് കടന്ന് നാശം വിതയ്ക്കുന്ന ശത്രു. ശത്രുവിൻ്റെ പ്രവൃത്തികൾ ഞാൻ പറഞ്ഞു. ആ സീസൺ ഗിദെയോൻ ഇപ്പോൾ തൻ്റെ കറ്റ മെതിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ മെതിക്കണമെങ്കിൽ താൻ വിതയ്ക്കണം. താൻ വിതച്ചപ്പോൾ തനിക്ക് ആരാണ് സംരക്ഷണം നൽകിയത്? വിതയ്ക്കുമ്പോൾ കടന്നു വരുന്ന ശത്രു കടന്നു വന്നിരുന്നു, പലരുടെയും വിത നശിപ്പിച്ചു. അടുത്തത് വിതയുടെ സീസൺ കഴിഞ്ഞു, വിളവ് ദേശത്തേക്ക് കടന്നു വന്നു വിളവിനെ മുഴുവനും നശിപ്പിച്ചു. എങ്ങനെ കടന്നു വരുന്നു? ഒന്നും ശേഷിപ്പിക്കാതെ കൂട്ടമായി കടന്നു വന്ന് എതിർത്തു നിൽക്കുവാൻ നിനക്ക് കഴിയാത്ത നിലയിൽ അസംഖ്യമായി എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്ര ശത്രു ദേശത്തേക്ക് കടന്നു വന്ന് നാശം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അതെ വിതച്ചു, അത് വളർന്നു, കൊയ്ത്ത് പരുവമായി. താൻ അത് കൊയ്തു. താൻ കൊയ്ത കറ്റയുമായി ഇപ്പോൾ ഗിദെയോൻ വന്നിരിക്കുന്നത് മുന്തിരിച്ചക്കിനരികെയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇത്രയും പ്രക്രിയകൾ തൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ ആ സീസണിൽ, ആ പട്ടണത്തിൽ, ആ ദേശത്ത് വേറെ ആരെങ്കിലും കൊയ്തതായി, വേറെ ആരെങ്കിലും ആ തലമുറയിൽ വിതച്ചതായി, എന്തിന് ഫലം അനുഭവിച്ചതായി, തൻ്റെ അവകാശത്തെ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാര്യം യഹോവയായ ദൈവം ഈ ജനത്തെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ കൂട്ടം അമാലേക്യരും കിഴക്ക് ദേശക്കാരും എല്ലാം ഇപ്പോൾ എതിർത്ത് നിൽക്കുകയാണ്.
അപ്പൊ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെയാണ് ഗിദെയോൻ പോകുന്നത്. പക്ഷെ ഈ പ്രതിസന്ധിയുടെ നടുവിലും തൻ്റെ വിധയെ പരിപാലിച്ച ഒരു ദൈവം, ഈ പ്രതിസന്ധിയുടെ നടുവിലും താൻ വിതച്ചതിനെ വളരുമാറാക്കിയ ഒരു ദൈവം, ഈ പ്രതിസന്ധിയുടെ നടുവിലും തൻ്റെ വിളവിനെ പാകമാകുവാൻ അനുവദിച്ച ഒരു ദൈവം. ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നിങ്ങളെ കണ്ടതാണെങ്കിൽ ഒരു തലമുറയെ മുഴുവനും, ഒരു ജനറേഷനെ മുഴുവനും ശത്രുവിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്താലും സെലക്ട് ചെയ്ത, തിരഞ്ഞെടുത്ത ചിലരെ ദൈവം മാറ്റി നിർത്തും. അതെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ദൈവം വേർതിരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നതിൽ എനിക്ക് സംശയമില്ല. ഈ ദൂത് നിങ്ങളെ സ്പർശിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ദൂതിന് ആമേൻ പറഞ്ഞോണം. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന പലരും എങ്ങുമെത്താതെ പരാജയപ്പെട്ട് കാണും. പക്ഷെ പരാജയത്തിൻ്റെ ഭീതി പലപ്പോഴും നിന്റെ ഉള്ളിലുള്ളപ്പോഴും നിന്റെ കൈകളുടെ അധ്വാന ഫലത്തെ നശിപ്പിക്കുവാൻ, നീ ചെയ്യുന്നതിനെ സാധിപ്പിക്കാതിരിക്കുവാൻ വെല്ലുവിളിച്ച് നിന്ന ശത്രുവിൻ്റെ കരത്തിൽ നിന്റെ നന്മയെ അകപ്പെടാൻ അനുവദിക്കാതെ ദൈവം നിന്നെ പരിപാലിച്ചു. അതാണ് കുഞ്ഞെ ഇന്ന് നീ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, നന്മകൾ അനുഭവിച്ചായിരിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, സകലരുടേതും നശിച്ചു. വിതയെ നശിപ്പിക്കുന്നത്, വിളവിനെ നശിപ്പിക്കുന്നത്, കൂട്ടമായി കടന്നു വരുന്നത്, അസംഖ്യമായി കടന്നു വരുന്നത്, ദേശത്ത് കടന്ന് നശിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഗിദെയോനെ, നിന്റെ പാടത്ത് അല്ലെങ്കിൽ നിന്റെ കൃഷിഭൂമിയിൽ ശത്രു എന്തുകൊണ്ടാണ് ഇറങ്ങാഞ്ഞത്? അതെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു താല്പര്യം. എന്താ താല്പര്യം? എന്താണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതെന്ന് ഗിദെയോന് നന്നായിട്ട് അറിയാം. എന്താ സംഭവിക്കുന്നത്? യഹോവയായ ദൈവമേ, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊരു ഉറപ്പ് തനിക്കുണ്ട്. അപ്പോഴും തൻ്റെ അകത്തൊരു ചിന്ത, എൻ്റെ നന്മ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരാജയത്തിൻ്റെ ഭീതിയെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ ചിന്തകളെ വെച്ചോണ്ടിരിക്കാതെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിൽക്കും എന്ന് വിശ്വസിച്ചാൽ നിശ്ചയമായും നിന്റെ അധ്വാനത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ അവകാശത്തിനെതിരെ കയറി വരുന്ന ശത്രുവിൻ്റെ കരത്തിൽ നിന്നെ അകപ്പെടുത്തുവാൻ അനുവദിക്കാതെ സർവശക്തനായ ദൈവം നിന്റെ വാഗ്ദത്തത്തെ, നിന്റെ അവകാശത്തെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ കൂടെയുണ്ട്, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ ചോദിക്കുക, യഹോവ കൂടെയുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ ഗിദെയോനെ, എന്ത് സംഭവിച്ചെന്ന? നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് കണ്ട് നീ അതിനെ നിന്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്തരുത്. നിന്നോട് ചേർന്ന് നിൽക്കുന്നൊരു ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തതോർത്താൽ നീ വിശ്വസിക്ക്, ഇന്ന് നീ ആയിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. ഇന്ന് നിന്റെ കരത്തിലിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. കർത്താവിന് പറയാനൊരു ദൂതുണ്ട്, നശിപ്പിക്കുമെന്ന്, ദേശത്ത് കടന്ന് സകലതിനെ ഇല്ലാതാക്കുമെന്ന് നിന്റെ നേരെ കടന്നു വന്ന് വെല്ലുവിളിച്ച ശത്രു അസംഖ്യമായിരുന്നു. എന്നാൽ നീ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ, നീ മയങ്ങുമ്പോഴും മയങ്ങാതെ, ഇസ്രായേലിൻ്റെ പരിപാലകൻ നിനക്ക് ചുറ്റും പരിചയായി, കോട്ടയായി, സങ്കേതമായി, ആശ്രയമായി നിന്ന് നിന്റെ ദൈവത്തിൻ്റെ പദ്ധതിക്കായി കണ്ടിരിക്കുന്നു എന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തിരിച്ചറിയുന്നെങ്കിൽ ഒന്ന് വിശ്വസിക്കുക, ദൈവം എൻ്റെ കൂടെയുണ്ട്. അതെ, ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന നന്മകൾ എൻ്റെ കരങ്ങളിരിക്കുന്നത്. യേശുവിൻ നാമത്തിൽ സംശയങ്ങളെ, ആകുല ചിന്തകളെ ഞാനിപ്പോൾ ദൂരീകരിച്ച് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് ഈ ധനത്തിന്, ഈ മക്കൾക്ക് ദൈവം നൽകി കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അകത്തെ വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുവാൻ, കർത്താവ് കരങ്ങളിൽ തരുന്ന നന്മകളെ കാണുവാൻ, ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിന് നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.